നടി രേണു സുധിക്ക് ക്യാൻസർ. നിങ്ങൾ കേട്ട വാർത്ത സത്യമാണ്. രോഗമുണ്ട്. കണ്ടുപിടിച്ചത് ഗൾഫിൽ പോയപ്പോഴല്ല, 3ാം സ്റ്റേജിലാണ് ഇപ്പോഴത്തെ നില. തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്ന വാർത്തകൾ സത്യമാണെന്ന് വെളിപ്പെടുത്തി അന്തരിച്ച നടൻ സുധി കോട്ടയത്തിന്റെ ഭാര്യ രേണു സുധി. രോഗം 3ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അവസ്ഥ അല്പം മോശമാണെന്നും രേണു വ്യക്തമാക്കി. ഒരു അഭിമുഖത്തിലാണ് പ്രേക്ഷകരോട് രേണു തന്റെ രോഗവിവരങ്ങൾ തുറന്നു പറഞ്ഞത്. രോഗം ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും രേണു തിരുത്തി. 15 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി സ്തനത്തിൽ മുഴ ശ്രദ്ധയിൽപ്പെട്ടതെന്നും എന്നാൽ അന്നത് കാര്യമായി എടുക്കുകയോ വീട്ടിൽ പറയുകയോ ചെയ്തില്ലെന്നും രേണു സുധി പറയുന്നു. എന്റെ പ്രേക്ഷകരോട് എല്ലാം പറയാൻ സമയമായെന്ന് തോന്നി. കേട്ടത് ശരിയാണ്, എനിക്ക് ക്യാൻസറാണ്. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിച്ചത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. 16 വർഷം മുമ്പ് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് സ്തനത്തിലെ മുഴ ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് അതിന് നിറവ്യത്യാസം വന്നപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല, വീട്ടിൽ പറഞ്ഞില്ല. അക്കാലത്ത് അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞതിനാൽ സർജറിയോടുള്ള ഭയം കാരണമായാണ് മുഴയുടെ കാര്യം മറച്ചുവെച്ചത്. സൂചി കുത്തുന്നത് പോലും പേടിയായിരുന്നതിനാൽ മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ മടിച്ചു. അന്ന് ബയോപ്സി ചെയ്ത ഡോക്ടർ നിലവിൽ പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ഇത് ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേദനയില്ലാത്ത മുഴയായതിനാലാണ് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഒറ്റയ്ക്കാണ് പരിശോധനയ്ക്ക് പോയത്. സ്കാനിങ്ങിനും മാമോഗ്രാമിനും ശേഷം നടത്തിയ ബയോപ്സിയിലാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. വീട്ടുകാർ വിഷമിക്കേണ്ടതില്ലെന്ന് കരുതി ആരോടും പറഞ്ഞില്ല. പിന്നീട് എന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് മാനേജർ കരിഷ്മ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കരിഷ്മയാണ് ചേച്ചിയെ വിവരമറിയിക്കുന്നത്. തുടർന്ന് പരുമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ ചെയ്യാൻ പോയപ്പോഴാണ് രോഗവിവരം പുറത്തായതെന്നും രേണു പറയുന്നു. എല്ലാം മാറി തിരിച്ചുവരാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളും. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.